ഹലോ ഗൈസ്, അടുത്ത ടോപ്പിക്കാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് അണ്ടർ ദി കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് 1971. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുകയാണെങ്കിൽ ഒരു കഥ പോലെ പറയാം. ഇതിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് ഒരു ഭൂമിയുടെ കുറിച്ച് തർക്കിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാൾ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പ്രൈവറ്റ് ലാൻഡാണ്, അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് അല്ല, ഇത് പ്രൈവറ്റ് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ട് 1971 ആക്ട് പ്രകാരം ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തർക്കങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയാണ് ഈ ആക്ട് ഒരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയത്. ഈ ആക്ട് പ്രധാനമായി തീർക്കുന്നത് ഭൂമിയുടെ ക്ലാസിഫിക്കേഷൻ, പിന്നെ പ്രൈവറ്റ് ഫോറസ്റ്റ് ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നത്, പ്രൈവറ്റ് ഓണർ ഗവൺമെൻറ് തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടായതിനാൽ അവ വേഗത്തിലും ന്യായമായി തീർക്കാൻ ഫോറസ്റ്റ് ട്രിബ്യൂണൽ സൃഷ്ടിച്ചതാണ് ഈ ആക്ട്. അടുത്താണ് ഡിസ്പ്യൂട്ട് കവേർഡ് അണ്ടർ ദി ആക്ട്. ഇത് സെക്ഷൻ 8 പറയുക. അതായത് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 8 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രകാരം ട്രിബ്യൂണൽ ആദ്യം തീരുമാനിക്കുന്നത്, അതായത് ഈ ഭൂമി ശരിക്കും പ്രൈവറ്റ് ഫോറസ്റ്റ് ആണോ അല്ലയോ എന്നാണ് സെക്ഷൻ 8 പറയുന്നത്. സെക്ഷൻ 9 പറയുന്നത് സെക്ഷൻ 3(1) പറയുന്നത് ട്രിബ്യൂണൽ പരിശോധിക്കുന്ന സെക്ഷൻ 3(1) പ്രകാരം ഈ ഭൂമി ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. പിന്നെ സിയിൽ പറയുന്നത് എക്സ്റ്റെൻറ്റ് ആൻഡ് നേച്ചർ ഓഫ് ദ ലാൻഡ്. ട്രിബ്യൂണൽ പരിശോധിക്കുന്ന എക്സ്റ്റെൻറ്റ്, ഭൂമിയുടെ വിസ്താരം എത്ര, പിന്നെ നേച്ചർ, ഭൂമിയുടെ സ്വഭാവം എന്താണെന്നൊക്കെ. പിന്നെ ആർക്കൊക്കെ ട്രിബ്യൂണലിൽ അപ്രോച്ച് ചെയ്യാം, അതായത് ഈ തീരുമാനങ്ങൾ കൊണ്ട് എഫക്റ്റായ ഏതൊരു വ്യക്തിക്കും ഫോറസ്റ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നാണ് പറയുന്നത്. അടുത്താണ് ഇതിൻ്റെ ട്രിബ്യൂണൽ ഫോർ അഡ്ജുഡിക്കേഷൻ. ട്രിബ്യൂണൽ ഫോർ അഡ്ജുഡിക്കേഷനിൽ പറയുന്നതാണ്, അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ ഡിസിഷൻസ് ആണ്. അതായത് ഈ ആക്ട് ഫോറസ്റ്റ് ട്രിബ്യൂണൽ എന്നൊരു പ്രത്യേക അതോറിറ്റി സൃഷ്ടിക്കുന്നു. പിന്നെ ഇത് പ്രൈവറ്റ് ഫോറസ്റ്റ് ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണലാണ്. അതിൽ ഫീച്ചേഴ്സാണ് കോസി ജുഡീഷ്യൽ അതോറിറ്റി എന്നതിൻ്റെ അർത്ഥം. കോസി ജുഡീഷ്യൽ അതോറിറ്റി എന്നാൽ സാധാരണ കോർട്ടല്ല, പക്ഷെ കോർട്ടിലെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് കോസി ജുഡീഷ്യൽ. രണ്ടാമത്തെയാണ് ഹെഡ് ബൈ എ ജുഡീഷ്യൽ ഓഫീസർ. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണലിൻ്റെ ഹെഡ് ഡയറക്റ്റ് ജഡ്ജ് റാങ്കിലുള്ള ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. ട്രിബ്യൂണലിൻ്റെ ഹെഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് റാങ്കിലുള്ള ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം. പിന്നെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ തീർക്കുന്നത് ഗവൺമെൻറ്റും പിന്നെ ലാൻഡ് ഓണറും തമ്മിലുള്ള തർക്കങ്ങളാണ്. ഇനി അടുത്ത പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഫോർ ഫില്ലിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ആയ വ്യക്തി ട്രിബ്യൂണലിൽ ആപ്ലിക്കേഷൻ നൽകാം. അതിന് ടൈം ലിമിറ്റ് ഉണ്ട്. ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൂൾസിൽ പറയുന്ന സമയം പരിധിയിൽ അല്ലെങ്കിൽ പരിധിക്കുള്ളിൽ ആപ്ലിക്കേഷൻ നൽകാം. പിന്നെ ഓപ്പർച്യൂണിറ്റി ടു ബോത്ത് സൈഡ്, അതായത് ഗവൺമെൻറ്റിനും ക്ലെയിമൻറ്റിനും തെളിവുകൾ സമർപ്പിക്കണം, സ്വന്തം ആർഗ്യുമെൻറ്റ്സ് പറയാം. പിന്നെ ഇത് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പൾ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ അടുത്താണ് പവേഴ്സ് ഓഫ് ദി ട്രിബ്യൂണൽ. പവേഴ്സ് ഓഫ് ദി ട്രിബ്യൂണൽ പറയുന്നത്, ട്രിബ്യൂണലിന് ഒരു സിവിൽ കോർട്ട് പോലെ അധികാരമുണ്ട്, അതുകൊണ്ട് തർക്കം പൂർണ്ണമായി പരിശോധിക്കാൻ കഴിയും. പിന്നെ അതിലുള്ള പവേഴ്സാണ് എക്സാമിനിങ് വിറ്റ്നസ്, അതായത് ട്രിബ്യൂണൽ സാക്ഷികളെ ചോദ്യം ചെയ്യാം. പിന്നെ റിസീവിങ് ഡോക്യുമെൻ്റ് ആൻഡ് എവിഡൻസ്, അതായത് ട്രിബ്യൂണലിൽ രേഖകൾ, റെക്കോർഡ്സ്, മറ്റ് തെളിവുകളൊക്കെ സ്വീകരിക്കാം. പിന്നെ ഡെറ്റർമിനിങ് ഓണർഷിപ്പ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, ട്രിബ്യൂണൽ തീരുമാനിക്കുന്നത് ഭൂമിയുടെ ഉടമ ആരാണ്, ഇത് പ്രൈവറ്റ് ഫോറസ്റ്റ് ആണോ അല്ലയോ എന്ന്. പിന്നെ ഡിസൈഡിങ് വെസ്റ്റിംഗ്, സെക്ഷൻ 3(1) പ്രകാരം ഭൂമി ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ട്രിബ്യൂണൽ തീരുമാനിക്കും. പിന്നെ എഫക്ട്സ് ഓഫ് ട്രിബ്യൂണൽ ഡിസിഷൻ, അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയണത്. എന്തൊക്കെ സിറ്റുവേഷൻ 1 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ പ്രൈവറ്റ് ഫോറസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ക്ലെയിം പരാജയപ്പെടും. സിറ്റുവേഷൻ 2 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ പ്രൈവറ്റ് ഫോറസ്റ്റ് ആണെന്ന് തീരുമാനിച്ചാൽ സെക്ഷൻ 3(1) പ്രകാരം ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കാം. പിന്നെ ബൈൻഡിങ് ഡിസിഷൻ, അതായത് ട്രിബ്യൂണലിൻ്റെ തീരുമാനം ഗവൺമെൻറ്റും ലാൻഡ് ഓണറിനും ബൈൻഡിങ് ആണെന്ന് പറയുന്നു. പിന്നെ ബാർ ഓഫ് സിവിൽ കോഡ് ജൂറിസ്ഡിക്ഷൻ, സെക്ഷൻ 30 പറയുകയാണ്, സാധാരണ ഈ ഭൂമി സംബന്ധമായ കേസിൽ സിവിൽ കോർട്ടിൽ പോകാം, പക്ഷേ ഈ ആക്ട് പോകാറുള്ള ഡിസ്പ്യൂട്ട്സ് സിവിൽ കോർട്ടിൽ പോകാൻ പറ്റില്ല. കാരണം
ഇത്തരം ഡിസ്പ്യൂട്ട്സ് തീർക്കാൻ അധികാരം ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ മാത്രമാണ്. അതുകൊണ്ട് സിവിൽ കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഈ ആക്ട് ഉൾപ്പെടുന്ന എല്ലാ തർക്കങ്ങളും ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ മാത്രം തീരുമാനിക്കുന്നു. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് 1971 പ്രൈവറ്റ് ഫോറസ്റ്റ് സംബന്ധിച്ച് തർക്കങ്ങളും വേഗത്തിലും നിയമമായിട്ട് തീർക്കാൻ ഒരു സ്പെഷ്യൽ സിസ്റ്റം നൽകുന്നു. സെക്ഷൻ 8 പ്രകാരം ഫോറസ്റ്റ് ട്രിബ്യൂണൽ തീരുമാനിക്കുന്നത് ഭൂമിയിലെ പ്രൈവറ്റ് ഫോറസ്റ്റ് ആണോ, പിന്നെ ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഭൂമിയുടെ എക്സ്റ്റെൻറ്റും നേച്ചറും എന്താണെന്നും, സെക്ഷൻ 30 പ്രകാരം സിവിൽ കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലാന്നും, അതുകൊണ്ട് ഈ ആക്ട് പ്രകാരമുള്ള എല്ലാ തർക്കങ്ങളും ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ മാത്രമാണ് തീരുന്നതെന്നും പറയുന്നു. അടുത്ത ടോപ്പിക്കാണ് സൊളാറ്റിയം. സൊളാറ്റിയം ഒരു കുഞ്ഞ ടോപ്പിക്കാണ്. സൊളാറ്റിയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊളാറ്റിയം ഒരു കഥ പോലെ പറയും ഇൻട്രൊഡക്ഷനിൽ. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേവററ്റ് ഒരു ടോയ് ഉണ്ടെന്ന് വിചാരിക്കുക. ഗവൺമെൻറ് പറയാണ് സ്കൂൾ ഉണ്ടാക്കാൻ ഒരു ടോയ് വേണം, അത് നിങ്ങൾ നിർബന്ധമായിട്ട് തരണേ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിലും കമ്പൽസറി ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഗവൺമെൻറ് നൽകുന്ന ടോയുടെ മാർക്കറ്റ് വാല്യൂ നിർബന്ധമായി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള എക്സ്ട്രാ കോമ്പൻസേഷൻ, അതാണ് സൊളാറ്റിയം. അതായത് ലാൻഡ് അക്വിസിഷൻ എന്നത് ഗവൺമെൻറ് റോഡ്, റെയിൽവേ, സ്കൂള്, ഹോസ്പിറ്റൽ തുടങ്ങിയ പബ്ലിക് പർപ്പസിന് വേണ്ടി പ്രൈവറ്റ് ലാൻഡ് ഏറ്റെടുക്കുന്നതാണ്. പിന്നെ പറയുന്നതാണ്, ലാൻഡ് ഓണേഴ്സിന് നിർബന്ധമായി ഭൂമി നഷ്ടപ്പെടുത്തേണ്ടതിരുന്നാൽ മാർക്കറ്റ് വാല്യൂ മാത്രമല്ല അഡീഷണൽ കോമ്പൻസേഷനും നൽകും. അതിനെ സൊളാറ്റിയം എന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. ഇനി മീനിങ് ഓഫ് സൊളാറ്റിയം എന്ന് പറഞ്ഞാൽ, സൊളാറ്റിയം എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ സൊളാരി എന്ന വാക്കിൽ നിന്നാണ് വന്നത്. സൊളാരി എന്നാൽ കംഫോർട്ട്, കൺസോള്. അതുകൊണ്ട് കമ്പൽസറി അക്വിസിഷൻ മൂലം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആവശ്യമായി ഈ തുക നൽകുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് ലീഗൽ പ്രൊവിഷൻസിൽ പറയുന്നത്, റെഫ്റ്റ്ലർ ആക്ട് ആണ് 2030 സെക്ഷൻ 30 ക്ലോസ് 1 പ്രകാരമാണ് സൊളാറ്റിയം നൽകുന്നത്. അതാണ് ലീഗൽ പ്രൊവിഷനായിട്ട് കൊടുക്കുന്നത്. റെഫ്റ്റ്ലർ ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013. അതിലാണ് ലീഗൽ പ്രൊവിഷൻ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സൊളാറ്റിയം കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഭൂമി നിർബന്ധമായും ഏറ്റെടുക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ഓണർക്ക് നോ എന്ന് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ലോ പറയുന്നു മാർക്കറ്റ് വാല്യൂവിന് പുറമെ എക്സ്ട്രാ കോമ്പൻസേഷൻ നൽകണമെന്ന്. ഇനി അടുത്താണ് പബ്ലിക് പർപ്പസ് എന്ന് ഗവൺമെൻറ് പൊതുജന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതാണ്. ഉദാഹരണം റോഡ്സ്, റെയിൽവേ, സ്കൂൾ, ഹോസ്പിറ്റൽ, മറ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിന് വേണ്ടിയാണ് ലാൻഡ് എടുക്കുന്നത്. പിന്നെ സൊളാറ്റിംഗ് ഈസ് പെയ്ഡ് ഇൻ അഡീഷൻ ടു മാർക്കറ്റ് വാല്യൂ. അതായത് ഇതിൽ പറഞ്ഞു വെച്ചാൽ ലാൻഡ് ഓണേഴ്സിന് ലഭിക്കുന്നത് മാർക്കറ്റ് വാല്യൂ, സൊളാറ്റിയം, അതർ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ്, ലോ പ്രകാരമുള്ള മറ്റ് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്. അടുത്താണ് പർപ്പസ് ഓഫ് സൊളാറ്റിയത്തിൽ പറയുന്നത്, കമ്പൾസറി അക്വിസിഷൻ മൂലം ഓണർക്ക് ഉണ്ടാകുന്ന ലോസ്, ഇൻകൺവീനിയൻസ്, പിന്നെ ഹാർഡ്ഷിപ്പ്, പ്രയാസം, ഇവർക്കൊക്കെ ആശ്വാസം നൽകുന്ന സൊളാറ്റിയം നൽകുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, സൊളാറ്റിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ വിലക്ക് വേണ്ടിയല്ല നൽകുന്നത്, ഭൂമി നിർബന്ധമായി ഏറ്റെടുത്തതിനുള്ള അഡീഷണൽ കോമ്പൻസേഷൻ ആണ്. പിന്നെ അണ്ടർ ദി റെഫ്റ്റ്ലർ ആക്ട് 2030 പ്രകാരം ബന്ധിക്കപ്പെട്ട ലാൻഡ് ഓണേഴ്സിനും ലഭിക്കുന്ന കോമ്പൻസേഷൻ പാക്കേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൊളാറ്റിയം. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അതിനെ സൊളാറ്റിയം എന്നത് ഗവൺമെൻറ് നിർബന്ധമായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂവിന് പുറമെ ലാൻഡ് ഓണേഴ്സിന് നൽകുന്ന അഡീഷണൽ കോമ്പൻസേഷനാണ്. ഇത് ഫെയർനെസ്സും ജസ്റ്റിസും ഉറപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.